ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ വൈജയന്തി മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അവളുടെ അമ്മോട് പറയുന്നുണ്ട്, അമ്മോട് ഞാൻ അന്ന് തന്നെ പറഞ്ഞത് എനിക്ക് കല്യാണം വേണ്ടാന്ന്, പക്ഷേ നിങ്ങളൊക്കെ നിർബന്ധിച്ച് എന്നെ കല്യാണം കഴിച്ചത് അപ്പോൾ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പം നിനക്ക് എന്താ വൈജയ, അവളൊരു മകളായിട്ട് അംഗീകരിച്ചു എന്നല്ലേ ഉള്ളൂ, അവൾക്ക് ആ വീടും എഴുതിയൊന്നും കൊടുത്തിട്ടില്ലല്ലോ, പിന്നെ ഇപ്പം എന്തിനാ നീ ഇത്ര വിഷമിക്കുന്നത്, അവൾ ആ പണിയൊക്കെ ചെയ്താൽ മുക്കിലിരുന്നോളും, നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് വൈജയ പറയുന്നുണ്ട്, ഇല്ല അമ്മേ, അവൾക്ക് ബബിതയെ പോലെ രോഹിണിയും പോലെ കൃഷ്ണജിയും പോലെ എല്ലാ അവകാശം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഈ അപമാനം സഹിച്ച് ഇവിടെ നിൽക്കണില്ല അമ്മ, ഞാൻ ഈ വീട് വിട്ടിട്ട് ഇറങ്ങാൻ പോവാണ്, ഞാൻ എൻ്റെ മക്കളെയും കൂട്ടിയിട്ട് ഇറങ്ങാൻ പോവുകയാണ്, ശിവേട്ടനെയും രാജീവേട്ടനെയും ഒന്ന് വിളിക്കട്ടെ, എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മോട് പറഞ്ഞിട്ട് വൈജ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഓരോ കുസൃതികളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ എൻ്റെ മകളല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് നിനക്കിപ്പോൾ സന്തോഷമായോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവൾ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അലീന പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും വലിയ കിട്ടിയ സമ്മാനമാണിത്, പത്മശ്രീ പത്മഭൂഷണമൊക്കെ കിട്ടിയതിനേക്കാൾ ഏറ്റവും വലിയ സന്തോഷമാണ് സാറ് എന്നെ ഇങ്ങനെ അംഗീകരിച്ച് സാറിൻ്റെ മകളാന്ന് പറയണത്, എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ ഇതൊക്കെ കേൾക്കുമ്പോൾ പാവം തോന്നുന്നുണ്ട് അലീനോട്. ആ ബാലചന്ദ്രനോട് കുറേ ചിരിക്കാനൊക്കെ ഉണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയോട് അലീന പറയുന്നുണ്ട്, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും എന്നെ മോളായിട്ടൊന്ന് അംഗീകരിച്ചുകൂടെ, എന്നിട്ട് മോളേന്നൊന്ന് വിളിച്ചുകൂടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വൈജ പറയുന്നുണ്ട്, നീ എൻ്റെ മോളാവണമെങ്കിൽ നിൻ്റെ ഞരമ്പിൽ എൻ്റെ ചോര ഓടണം, അതില്ലല്ലോ, പിന്നെ നീ എങ്ങനെ എൻ്റെ മോളാവുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അവളെ വിഷമിപ്പിക്കുന്നുണ്ട്. ഈ വീട്ടിൽ എന്തായാലും നീയും ഞാനും ഒന്നിച്ച് പോവില്ല, ഒന്നില്ലെങ്കിൽ നീ ഒന്നില്ലെങ്കിൽ ഞാൻ, എന്തായാലും നീ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്കാണെങ്കിൽ വല്ലാത്ത വിഷമാവുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.